ഷാജി, നീ എവിടെടാ? കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നീ? എനിക്ക് നിന്നൊന്ന് കാണണം. ഹലോ, റെഡി ആയി കഴിഞ്ഞാ എന്നെ കൊണ്ടാക്കി തരുമോ? അയ്യോ, രക്ഷയില്ലേ, എനിക്കിന്ന് വേറെ വഴിക്ക് പോവാണ്ട്. നീ അച്ഛനോട് പറ. ആയിരം സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്തരാവിൽ അർജുനനായി ഞാൻ അവളുത്തരയായി. അച്ഛാ, എന്നെ കൊണ്ടാക്കി തരും. നേരം വൈകി. നിന്റെ ചേട്ടനോ? ചേട്ടന് വേറെന്തോ തിരക്കുണ്ടെന്ന്. ഷർട്ട് എടുക്ക്. ഷർട്ട് റെഡി, വണ്ടിയുടെ താക്കോലും റെഡി. നീ ഒന്ന് നോക്കണ്ട. അപ്പൊ പോയാ എടാ കാശി, ഞാൻ അവളെ കൊണ്ടാക്കിട്ട് വരാടാ. ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് കഴിക്കാൻ മറക്കല്ലേ. കഥകളി കാണുവാ. പിന്നെ അച്ഛനോട് കൂടി പറയണേ, പാട്ടും കച്ചേരി അടിക്കാൻ. അതൊക്കെ നോക്കിയോ. അമലേ, അമലേ, നിന്നെ തന്നെ. ഇയാള് വന്നേ, ഒരു കാര്യം പറയാണ്ട്. വാടോ, വായോ. അമലെ, തന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇപ്പൊ ആ ബൈക്ക് പോയതാരാ? ഏത് ഫ്രണ്ട്? തന്റെ മൈൻഡ് ഓക്കെ അല്ല കേട്ടോ. താൻ കഴിഞ്ഞ ടൈമിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം നല്ല ഉഴപ്പാ. തനിക്ക് നല്ല കാലിബർ ഉണ്ട്, താൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അമല ഇവിടെ നോക്കൂ, ഞാൻ ഇവിടെയല്ലേ സംസാരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ അമല് മാത്രമല്ല, ഇതുപോലെ തന്നെ പല സ്കൂളുകളെയും കുട്ടികളെ അവർ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നത്. അതിൽ അമലും കൂടെ ഉൾപ്പെടാൻ നിൽക്കരുത്. അമലൊരു കാര്യം മനസ്സിലാക്കണം, അവർക്കെതിരെ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ അമലും കൂടെ വരെടുത്തുന്ന എനിക്ക് നിർബന്ധമുണ്ട്. കാരണം അമൽ എൻ്റെ സ്റ്റുഡൻ്റാണ്. പോരാതെ തനിക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവുണ്ട്. ഇനി മേലാൽ തന്നെ ഇതുപോലുള്ള കൂട്ടുകെട്ടിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ തനിക്കെതിരെ ഞാൻ പോലീസിൽ കേസ് കൊടുക്കും. അവരെല്ലാവരും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും ചെയ്യും. മനസ്സിലായോ? എന്നാ പോയിക്കോ. അമലൊന്ന് നിന്നേ. ഞാൻ ഇത്രയൊക്കെ ആയിട്ടും തൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയാത്തെന്ന് വെച്ചാലേ, തൻ്റെ അച്ഛന് തന്നെ പറ്റി ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. താനായിട്ട് അത് തകർക്കരുത്. ഇനി ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിലൊന്നും പോയി പെടല്ലേ. നന്നായി പഠിക്കുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ 60ാം പിറന്നാളാണ്. ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ചേട്ടപ്പോരും ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. കൂടെ ഉണ്ടാവും. ആദ്യമായിട്ടാണ് അച്ഛനൊരു സർപ്രൈസ് കൊടുക്കുന്നത്. അച്ഛൻ എന്തായാലും ഹാപ്പിയാണ്. ചേട്ടൻ വന്നുണ്ട്. ഓക്കെ, വാതിൽ തുറക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. കാശി, എന്താ എന്താ അച്ഛാ? പറയച്ചാ, പറയച്ചാ. എന്താ 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 അച്ഛാ? ആരാ ചെയ്തേ? ആരാ? ഒന്ന്
ചേട്ടൻ വന്നൊന്നുണ്ട്. ഓക്കെ, വാതിൽ തുറക്കട്ടെ. ആരാ? എന്തൊക്കെ ടീച്ചറെ? ആരാന്ന്? ആരാന്നറിയണ? ടീച്ചറെ അച്ഛാ ഇരിക്കി. ഇങ്ങനെയൊന്ന് പെട്ടക്കല്ലേ മോളെ. നിങ്ങൾ ആരാന്നറിയടി? താനാരാ? എനിക്കെന്താ? ഇരിക്കി. നീ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടണ്ട. നീ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ടാ മതി. മനസ്സിലായില്ലേ? അച്ഛാ അച്ഛാ എന്റെ അച്ഛനൊന്നും ചെയ്യല്ലേ. അച്ഛാ അച്ഛാ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണേ? എൻ്റെ വഴിക്ക് തടസ്സം നിൽക്കണവരെ ഞങ്ങൾ ഇങ്ങനെ സ്നേഹിക്കാറ്. അച്ഛാ